സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും, ദുഃഖം നെടുവിപ്പും സർവവും പിന്നിടും. നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവൻ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവൻ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ചാൾസ് വർഗീസ് പുളിക്കീട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസ് എന്ന ഈ മാധ്യമത്തിൽ കൂടി എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ചുരുക്കമായി ഭയം എന്ന വാക്കിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്നാണ് ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് ചില വാക്യങ്ങൾ ഒന്നിച്ച് വായിക്കാമെന്നാണ്. സഭാപ്രസംഗി 12:13. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. സദൃശ്യവാക്യങ്ങൾ 9:10. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു. ഈ വാക്യം ഇംഗ്ലീഷിൽ പറയുന്നത് ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് നോളജ്. ദൈവഭക്തി എന്നുള്ളതിന് ദൈവഭയം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവഭക്തിയും ദൈവഭയവും ഒരുമിച്ച് പോകുന്നതാണ്. ഒരു പിതാവിനെ കുഞ്ഞ് സ്നേഹിക്കുകയും അതേ സമയത്ത് ഭയപ്പെടുകയും ചെയ്യുന്നത് പോലെ തന്നെ നാമും ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടവരാണ്. യഹോവ ഭക്തിയിൽ ഭയമുണ്ടാകുന്നു, അതേ സമയത്ത് സ്നേഹവും ഉണ്ടാകുന്നു. ഭയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം ഒരു ഭയങ്കരനാണ്, തൻ്റെ മുന്നിൽ നമ്മൾ ഭയത്തോടെയും വിറയലോടെയും നിൽക്കണം, ഇല്ല എങ്കിൽ ദൈവം നമ്മെ നശിപ്പിച്ച് കളയും എന്നുള്ളതല്ല. സ്നേഹവാനായ ദൈവം താൻ സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്, നമ്മെ കാണുന്നു, നമ്മെ അറിയുന്നു. അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ കാര്യവും, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും നമ്മുടെ പിതാവായ ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഭാരമാണ് യഥാർത്ഥത്തിൽ ദൈവഭയമായിട്ട് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിനാൽ ദൈവഭയമുള്ളവർ അവരുടെ ജീവിതത്തെ സൂക്ഷിച്ച് എപ്പോഴും ദൈവത്തിനിഷ്ടമുള്ളത് മാത്രം ചെയ്യുവാൻ വേണ്ടി ബന്ധപ്പെടുന്നവരാണ്. യഹോവഭക്തിയാകുന്ന ദൈവഭയം ആത്മീക വളർച്ചയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ആത്മീക പരാജയത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു ഭയവും നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 1:9 ദൈവം യോശുവയോട് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്ന ഇടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഇവിടെ ദൈവം യോശുവയോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഇത് മറ്റൊരു തരം ഭയമാണ്. സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന ഭയമല്ല, എന്നാൽ അവിശ്വാസം മൂലം ഉളവാകുന്നതാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ യോശുവയും കാലേബും മറ്റു ചിലരും ദേശം ഒറ്റുനോക്കി തിരികെ വന്നപ്പോൾ മോശയോടും ജനത്തോടും പറയുന്ന ആ വിവരണം, ദേശം നല്ലതാണ്, പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, ഫലപുഷ്ടമുള്ളതും ആണ്. എന്നാൽ അവിടെ അനാക്യമല്ലന്മാരെ ഞങ്ങൾ കണ്ടു, അവരുടെ മുന്നിൽ ഞങ്ങൾ വെറും വെട്ടിക്കിളികളെ പോലെയായിരുന്നു. തുടർന്നും 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്: അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു, ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. എന്തുകൊണ്ട്? ഭയം കൊണ്ട്. ഇത്രയും ദൂരം ഞങ്ങൾ സഞ്ചരിച്ച് വന്നിട്ട് ഈ ദേശം ഞങ്ങൾക്ക് അവകാശമാക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത. അവർ ഞങ്ങളെക്കാളും ശക്തരാണ്, ഞങ്ങൾ അവരുടെ മുന്നിൽ വെട്ടിക്കിളികളെപ്പോലെ മാത്രമാണ്. ഭയങ്കരരായ ആ ദേശനിവാസികളെ കാണുമ്പോൾ
അവർ ദൈവത്തെ മറന്നുപോയി. ഇത്രയും നാളും മരുഭൂമിയിൽ കൂടി അവരെ കൊണ്ടുവന്ന, മിസ്രയീമിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ കൊണ്ടുവന്ന ദൈവത്തെ അവർ മറന്നുപോയി. അവർ ദൈവത്തെ മറന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഭയം കടന്നു വരുന്നു. ഒരു വ്യക്തിയിൽ വിശ്വാസം കുറയുമ്പോൾ ഭയത്തിൻ്റെ അളവ് കൂടുന്നു. ഒരു കുപ്പിയിൽ വെള്ളം കുറയുമ്പോൾ അതിലുള്ള വായുവിൻ്റെ അളവ് കൂടുന്നത് പോലെ തന്നെ ലോകഭയം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് കടലിൽ മീതെ നടന്ന് കാറ്റിനാലും കോളിനാലും തണ്ട് വലിച്ചു വലയുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ എത്തുമ്പോൾ ആദ്യം കർത്താവിനെ കാണുമ്പോൾ ശിഷ്യന്മാർക്ക് ഭയമുണ്ടാകുകയാണ്. ഇതൊരു ഭൂതമോ? കാരണം അവർക്ക് കർത്താവ് വെള്ളത്തിന്മീതെ നടക്കുമെന്നുള്ളത് അല്പം പോലും ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ കർത്താവ് അവരുടെ ഭയം മാറ്റി ഞാൻ കർത്താവ് തന്നെ എന്ന് ഉറപ്പിച്ചപ്പോൾ പത്രോസിനൊരാഗ്രഹം, എനിക്ക് ഈ വെള്ളത്തിന്മീതെ നടന്ന് അങ്ങയുടെ അടുക്കൽ എത്തണമെന്ന്. നമ്മുടെ കർത്താവ് പത്രോസിൻ്റെ ആഗ്രഹം അറിഞ്ഞപ്പോൾ അതിന് അനുവാദം കൊടുക്കുന്നു. ആദ്യം കുറച്ചു ദൂരം കർത്താവിനെ മാത്രം നോക്കിയപ്പോൾ വെള്ളത്തിന്മീതെ പത്രോസും പതിയെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നടന്നു തുടങ്ങുന്നു. എന്നാൽ അല്പം കഴിയുമ്പോൾ തൻ്റെ ശ്രദ്ധ കർത്താവിൽ നിന്ന് മാറി കാറ്റിലും കോളിലും താഴെയുള്ള ഓളങ്ങളും തിരമാലകളും താൻ വീക്ഷിക്കുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തൻ്റെ അവസ്ഥ മാറി താൻ മുങ്ങുവാൻ തുടങ്ങുന്നു. കർത്താവിനെ നോക്കിയപ്പോൾ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ പിന്നാലെ താൻ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ലോകത്തിലേക്ക് തൻ്റെ ശ്രദ്ധ തിരിച്ചപ്പോൾ കർത്താവിലുള്ള ആശ്രയം മാറി എവിടെയോ ആണ് എന്നും എന്ത് സംഭവിക്കുമെന്ന് ഉള്ള ചിന്താകുലവും തന്നെ ഭയത്തിൽ ആഴ്ത്തി. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിക്കുന്ന പ്രശ്നം. ഇന്ന് കർത്താവ് ദൃശ്യമായി നമ്മോട് കൂടെയില്ല, എന്നാൽ തൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഇത് പലപ്പോഴും മറന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് മുന്നിൽ വലുതാണ് എന്നുള്ള ചിന്തയിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് നമുക്ക് നന്നായി അറിയാം എന്നെങ്കിലും കാണുന്ന മനുഷ്യരിൽ ആണ് നാം കൂടുതൽ ആശ്രയം വയ്ക്കുന്നത്. ഇതാണ് പലപ്പോഴും വിശ്വാസികൾക്ക് വരുന്ന പരാജയം. നാം പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഏത് പ്രശ്നത്തെക്കാളും വലിയവനാണ് നമ്മുടെ ദൈവം. ഏത് പ്രശ്നവും തൻ്റെ മുന്നിൽ നിസ്സാരമാണ്. കാറ്റിനെയും കോളിനെയും ഭയന്ന ശിഷ്യഗണം കാണുന്നത് അവർ ഭയപ്പെട്ടതിനെ അടക്കി വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. അതിനാൽ നമ്മുടെ ആശ്രയം കർത്താവിൽ മാത്രം വയ്ക്കുക. അവനാണ് നമ്മുടെ ശരണവും കോട്ടയും. അവൻ മാത്രമാണ് നമ്മുടെ രക്ഷയുടെ പാറയും. ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.